ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മട്ടൺ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: മട്ടൺ 1/2 കിലോ, സവോള 2 എണ്ണം, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറുതായി അരിഞ്ഞ മല്ലിയിലയും പുതിനയും, സവോള 1 ഫ്രൈ ചെയ്ത്, തക്കാളി 1 ചെറുതായി അരിഞ്ഞത്, ഏലക്ക 3, ഗ്രാമ്പൂ 3, കറുവാപ്പട്ട 1 കഷ്ണം, ബേ ലീഫ് 1. ആദ്യമായി മട്ടണിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ വിനാഗിരി, ആവശ്യമായ ഉപ്പ്. ഇവയെല്ലാം നന്നായി തിരുമ്മി യോജിപ്പിക്കും. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് എടുത്തു വച്ചിരിക്കുന്ന ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, കറുവാപ്പട്ട ഇവ ഇട്ട് നന്നായി വഴറ്റും. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 5 എണ്ണം ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇവ നന്നായി വഴറ്റിയെടുക്കാം. ഇവയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, മല്ലിയില, പുതിനയില അരിഞ്ഞത് ഇവ നന്നായി വഴറ്റിയെടുക്കാം. സവോള ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ആവശ്യമായ ഉപ്പും കുറച്ച് ഫ്രൈ ചെയ്ത സവോളയും മട്ടണും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. മട്ടൺ വെന്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതായി തിളച്ചതിന് ശേഷം ദം ചെയ്യാനായി പകുതി വേവിച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുകളിൽ റൈസ് നിരത്തിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ പൈനാപ്പിൾ, പുതിന ഇല, മല്ലിയില അരിഞ്ഞത്, സവോള ഫ്രൈ ചെയ്ത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മൂടി വെച്ച് 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൺ ബിരിയാണി തയ്യാറായിരിക്കുന്നു.